ചില വാർത്തകൾ അങ്ങനെയാണ്. പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത നേരത്ത് ജീവിതത്തെ മാറ്റി മറിക്കുന്ന വാർത്തകൾ. ഇനി മുൻപോട്ട് എന്തെന്ന ചോദ്യം ഉയർത്തുമാറാക്കുന്ന വാർത്തകൾ. കരയണമോ? നിലവിളിക്കണമോ? നെഞ്ചത്തടിക്കണമോ? ഒരു ഭ്രാന്തനെ പോലെ ഒന്ന് അലറുവാൻ കഴിഞ്ഞെങ്കിൽ, ഒന്ന് പൊട്ടിക്കരയുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ചിന്തിക്കുമാറാക്കുന്ന, പെട്ടെന്നങ്ങ് സ്റ്റക്കായി നിന്നു പോകും വിധത്തിലുള്ള വാർത്ത. നിങ്ങൾക്ക് അപരിചിതമല്ല, സുപരിചിതമാണ്. അതേക്കുറിച്ച് വഴിയേ പറയാം. അവിധത്തിൽ കേട്ടൊരു വാർത്തയും ആ വാർത്തയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഭക്തൻ്റെ പ്രാർത്ഥനയും. ആ പ്രാർത്ഥന കേട്ട് ആ ഭക്തനെ എത്ര സ്തുതിച്ചാലും, അതേ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരാത്ത വിധത്തിൽ ദൈവം അനുഗ്രഹിച്ച ആ അനുഗ്രഹത്തെയും കുറിച്ചാണ് ഇന്ന് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. കാരണം അവിധത്തിലുള്ള ചില വാർത്തകൾക്ക് മുമ്പിൽ ഇനി എന്തെന്ന ചോദ്യത്തോടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്നുണ്ട്. സഹോദരി, സഹോദര, അവിടെ നിന്റെ തൊഴിലിടത്തിൽ നിന്ന് കേട്ട വാർത്ത, ഇനി വിസ എക്സ്റ്റെൻഡ് ചെയ്ത് തരത്തില്ല, ഇനി ഇവിടെ ഈ സ്ഥാപനത്തിൽ ജോലിയില്ല, ഇനി നീ ഇവിടെ നിൽക്കണ്ട. ആദ്യം ഒരു പെരുപെരിപ്പായിരുന്നു. അയ്യോ, ഇതെന്താണ് കേൾക്കുന്നത്? സത്യമാണോ? കയ്യിലൊക്കെ നുള്ളി നോക്കും. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. വല്ലാതെ ഭയന്നായിരിക്കുക. എന്തു ചെയ്യണമെന്നറിയത്തില്ല. നാട്ടിലോട്ട് തിരികെ പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. അത്രമാത്രം വലിയ ബാധ്യതകളുടെ മധ്യേ ആയിരിക്കുന്നു. ബാധ്യതക്കാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ പ്രതീക്ഷയോടൊരു തുറമുഖത്തേക്ക്, ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് കപ്പൽ കയറിയത്. പക്ഷേ അതും ആ യാത്രയും ഒരു ബാധ്യതയായി പിൻപിലുണ്ട്. ഒത്തിരി ആവശ്യങ്ങളുണ്ട്. നല്ലൊരു ഭവനം വേണം, മക്കളുടെ വിദ്യാഭ്യാസം, മാതാപിതാക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. അതിലുപരിയായി ഒത്തിരി സ്വപ്നങ്ങൾ. പലരുടെ മുമ്പിൽ പലവരും തലകുനിച്ച നാളുകളിൽ ഉള്ളിൽ അറിയാതെ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഒരു ദിവസമെങ്കിലും കൈനീട്ടി വാങ്ങുന്നവനിൽ നിന്ന് കൈനീട്ടി കൊടുക്കുന്നവനാക്കി എന്നെ നീ മാറ്റണമേ. എനിക്ക് അങ്ങനെ ഒരു അവസരം നൽകണമേ. ആ അവസരത്തിലേക്കുള്ള ഒരു കച്ചിത്തുരുമ്പായിട്ടാണ് നീ ഈ ജോലിയെ കണ്ടത്, നീ ആ രാജ്യത്തേക്ക് കടന്നുപോയത്. പക്ഷേ ഇന്ന് അതിലും വലിയ ബാധ്യതയിലേക്ക് ഇനിയും അവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും, ഇനിയും അവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും. കരയുക. നീ കേൾക്ക്, നിന്റെ ജീവിതം നിന്നെ അറിയുന്ന ഒത്തിരി പേർക്ക് എത്ര സ്തുതിച്ചാലും, ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരാത്ത സാക്ഷ്യമായി മാറുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാതെ നീ മടങ്ങിപ്പോരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദര, ജോലി നഷ്ടപ്പെട്ടവനായി, സഹോദരി ജോലി ഇല്ലാത്തവളായി, പിന്നെയും കടക്കാരിയായി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് കൈനീട്ടി നിൽക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങിപ്പോരുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തേ ഇല്ല. അതുതന്നെ ആ വാർത്ത. ഇനി എനിക്കൊപ്പം എൻ്റെ ഭർത്താവില്ല, അവൻ എന്നെ വേണ്ട, തീർത്തു പറഞ്ഞു. ഇനി നിയമപ്രകാരം മുറിച്ചു മാറ്റുക, അത് മാത്രമേ ഉള്ളൂ. വേർപിരിയുക, അത് മാത്രമേ ഉള്ളൂ. അയ്യോ, ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ഭർത്താവില്ലാത്തവളായി ചിന്തിക്കുമ്പോൾ തന്നെ കണ്ണിൽ ഇരുട്ട് കയറിയാലേ. ആ ഒരു ദിവസം എനിക്കത് പറ്റത്തില്ല. കേൾക്ക് സഹോദരി, ഭർത്താവില്ലാത്തവളായി നീ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്റെ ഭർത്താവ് വന്നിച്ചുള്ള നല്ല നാളുകളെ എൻ്റെ യേശു എക്സ്റ്റെൻഡ് ചെയ്തു തരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. എത്ര നാളെന്നോ? നിന്റെയും അവൻ്റെയും ജീവിതാവസാനം വരെ. യേശുവിൻ നാമത്തിൽ നീയോ അവനോ മരിച്ചിട്ടല്ലാതെ നിങ്ങൾ വേർപെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മാതാവേ, കരയേണ്ട. നിന്റെ മകളുടെ ജീവിതം അവിധത്തിൽ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ മാതാവേ, നിന്റെ മകൻ്റെ ജീവിതം, സഹോദര കേൾക്ക്, നിന്റെ ജീവിതം അവിധത്തിൽ ഒറ്റയ്ക്കായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അവളെ എൻ്റെ ദൈവം നിനക്ക് തിരികെ തരും. നിങ്ങൾ ഒരുമിച്ച് യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നീയും നിന്റെ ഭാര്യയും, നീയും നിന്റെ ഭർത്താവും, നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ജീവിതാവസാനം വരെ ജീവിക്കും. ആമേൻ. ഭാര്യ ഭർത്താവ് എന്ന ആ ബന്ധത്തെ കർത്താവ് എക്സ്റ്റെൻഡ് ചെയ്ത് തരിക. യേശുവിൻ നാമത്തിൽ
ആമേൻ. കേട്ട വാക്കുകൾ. കോടതി തന്നെ പറഞ്ഞു, ഇനി പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ 2 വഴിക്ക് പൊയ്ക്കോ. അയ്യോ, കോടതി പറഞ്ഞാൽ പിന്നെ എന്താ? അതിനു മുമ്പ് ഒത്തിരി പേർ പറഞ്ഞതാണ്, പ്രതീക്ഷയോടെ കോടതിയിലേക്ക് എത്തിയതാ. കൗൺസിലിംഗ് കഴിയുമ്പോൾ, കോടതി കയറി ഇറങ്ങുമ്പോൾ എൻ്റെ ഭർത്താവിനൊരു മാറ്റം ഉണ്ടാകും, എൻ്റെ ഭാര്യയ്ക്കൊരു മാറ്റം ഉണ്ടാകും. മക്കൾ തൂണിൻ്റെ ചുവട്ടിൽ അമ്മയെ നോക്കി നിൽക്കുമ്പോൾ, അപ്പനെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ മനസ്സിലൊരു മാറ്റമുണ്ടാകും. എൻ്റെ മുഖം കാണുമ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച, എൻ്റെ ഉള്ളം കയ്യിൽ കൊണ്ട് നടന്ന നിൻ്റെ സങ്കടം അതാ. അതിന് പിന്നിലെ ചില കാരണങ്ങളെ നീ മറന്നു കളയരുത്. നിൻ്റെ ഭവനത്തിനകത്തേക്ക് കടന്നു വന്ന, നിൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് നുഴഞ്ഞു കയറിയ ചില വ്യക്തികളുടെ ഇടപെടലുകൾ, യേശുവിൻ നാമത്തിൽ നിൻ്റെ കുടുംബത്തെ നാശമാക്കി തീർത്ത, ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിലാക്കി തീർത്ത ചില വ്യക്തികളെ കർത്താവ് തൊടുകയാണ് യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ചില ആമേൻ പൊട്ടിത്തെറികളുടെ അവസ്ഥകളിലൂടെ പോകുന്നുണ്ട്. തിരിച്ചറിയും, ചില വ്യക്തികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കയറി, ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, സഹോദര, നിന്നെയും നിന്റെ ഭർത്താവിനെയും ദൈവം ചേർത്ത് വെച്ചത് ഒരു ശരീരമായി. കേൾക്ക്, ഒരു ശരീരമായി. ആ ഒരു ശരീരത്തിൻ്റെ ഇടയിൽ മൂന്നാമതൊരു ശരീരം വരരുത്. മൂന്നാമതൊരു വ്യക്തിക്കോ, മൂന്നാമതൊരു വ്യക്തിയുടെ വാക്കുകൾക്കോ, അതാരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ടാകരുത്. നിങ്ങളെ ദൈവം ഒരുമിച്ചാക്കിയത് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാനുമാണ്. ആവർത്തിച്ചു പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരുന്നു അവൻ്റെ ശബ്ദം കേൾക്കുവാൻ. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് തിരിച്ചറിഞ്ഞത് അവൻ്റെ അപ്പനും അമ്മയുമല്ല, അവനെ സൃഷ്ടിച്ച ദൈവമാണ്. അവനെ തക്ക തുണയെ നൽകി അവരെ ഒരുമിച്ചാക്കി ഒരു ദേഹമാക്കി തീർത്ത് അവരുടെ ശബ്ദം കേട്ട് വെയിലാറുമ്പോൾ തോട്ടത്തിൽ ഇറങ്ങി വന്ന ദൈവം, നിങ്ങൾ ഒരു മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാണോ? എൻ്റെ ദൈവം നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. സഹോദര, സഹോദരി, ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവം ഇറങ്ങി വരും. നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവം ഇറങ്ങി വരും. ഇന്നു മുതൽ ചിലരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുക. ഭവനത്തിനകത്ത് പ്രാർത്ഥന ഉണ്ടാകട്ടെ. സഹോദരനും സഹോദരി, ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് കെട്ട കാലമാണ്, പ്രാർത്ഥന വിട്ടുകളയരുത്. ആമേൻ. ചില വാർത്തകൾ അങ്ങനെയാണ്, എല്ലാ പ്രതീക്ഷകളെയും നഷ്ടപ്പെടുത്തും. മക്കളുടെ ജീവിതത്തിൽ നിന്ന് കേൾക്കുന്ന ചില വാർത്തകൾ, അവരെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്, അയ്യോ എൻ്റെ കുഞ്ഞ് അങ്ങനെയാണോ, എൻ്റെ വീട്ടിനകത്ത് അങ്ങനെ അല്ലല്ലോ അവൻ. അതെ, അത് തന്നെ, വീട്ടിനകത്ത് അങ്ങനെയല്ല. നമ്മുടെ ആരുടെയും മക്കൾ വീട്ടിനകത്ത് അങ്ങനെയല്ല, പക്ഷെ പുറത്തു പോകുമ്പോൾ അവർ ആൾ മാറുകയാണ്. ഭാര്യയ്ക്കൊപ്പം ചേർന്ന്, ഭർത്താവിനൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ വാർത്തകൾക്ക് മുമ്പിൽ സ്റ്റക്കായി നിൽക്കുക. ഇനി എന്ത്, ജീവിതം അവസാനിച്ചു പോകും. മക്കളെക്കുറിച്ചാണ് കേട്ടത്, പ്രതീക്ഷകൾ മുഴുവൻ അവരിലാണ്, അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് സന്തോഷങ്ങളും സ്വപ്നങ്ങളും സുഖവും എല്ലാം മാറ്റിവെക്കുന്നത്. ഇതാ തീർന്നു, എല്ലാം അവസാനിച്ചു. ഇല്ലെന്നേ, നിന്റെ തലമുറകളുടെ ജീവിതം ഈ വിധത്തിൽ പകുതി വഴിയിൽ അവസാനിച്ച് നീ പകുതി വഴിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനായി അലയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഇന്നായിരിക്കുന്ന നീ കേട്ട വാർത്തകൾക്ക് പിന്നിൽ അവരായിരിക്കുന്ന കെട്ട കാലത്തിൽ നിന്ന്, ആ മ്ലേച്ഛതയുടെ താഴ്വരയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതെ, നീ ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം അവരെ അவ்விധത്തിൽ നിശ്ചയമായും പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ ഡോക്ടർ, അതേ, നിന്റെ അവസാനം പ്രവചിച്ച ആ ഡോക്ടർ, ആ പ്രവചനത്തിന് കാരണമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇത് ശരിയാണോ എന്ന് ആ ഡോക്ടർ പുനഃപരിശോധിക്കുവാൻ പോകുക. അത് തന്നെ ആ ഡോക്ടറാണ് പറഞ്ഞത്, ഇനി മെഡിസിൻ കൊണ്ട് സാധ്യതയില്ല, ഇനി ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് സാധ്യതയില്ല, തീർന്നു, അവസാനിച്ചു. അതെ, ഈ രോഗത്തിൽ തന്നെ നീ മരിക്കും. അയ്യോ, ഒത്തിരി കാര്യങ്ങൾ ഇനിയുമുണ്ട്. മക്കളുടെ വിവാഹം, മക്കൾക്ക് വേണ്ടി ചിലത് ചെയ്യണം. എൻ്റെ ഭാര്യ ഒറ്റയ്ക്കായി തീരും, എൻ്റെ ഭർത്താവ് ഒറ്റയ്ക്കായി, അതാ നിൻ്റെ സങ്കടം. സഹോദരൻ, നീ കരയുക, എൻ്റെ ഭാര്യ ഒറ്റയ്ക്കായി തീരും, അവൾക്ക് ഞാൻ പോയാൽ ആരുണ്ട്? ഇല്ലെന്നേ, അങ്ങനെ നീ പോകത്തില്ല. ഒന്നും തീർന്നിട്ടില്ല. നിന്റെ ആയുസ്സിനോടുകൂടെ കർത്താവ് ചില വർഷങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്ത് തരിക. യേശുവിൻ നാമത്തിൽ ആരോഗ്യമുള്ള വർഷങ്ങളെ, ആവർത്തിച്ച് പറയട്ടെ, രോഗമുള്ള വർഷങ്ങളെയല്ല, ആരോഗ്യമുള്ള വർഷങ്ങളെ എൻ്റെ ദൈവം നീട്ടി തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. അമ്മേൻ. ജപ്തി ചെയ്യും. സ്തോത്രം. പിന്നെ ഭൂമി ഉളർന്ന് താഴെ പോയെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ വല്ല തെറ്റുമുണ്ടോ? ജപ്തി ചെയ്തു പോയാൽ നീ ഉണ്ടാക്കിയല്ല, നിന്റെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് തന്നതാ അല്ലേ? എന്താ, നീ ഒരുപാട് കഷ്ടപ്പെട്ട്, അത് തന്നെ നിന്റെ സ്വപ്നമാ, ജപ്തിയായി പോകും. ദേവദാസനെ, ഇനി വയ്യ,
എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കേൾക്ക്, ആ ജപ്തി നടപടികളെ നസറേനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. നിൻ കണ്ട സ്വപ്നങ്ങൾ ഉറങ്ങുന്ന ആ മണ്ണ് ജപ്തിയായി പോകുവാൻ, അത് ബാങ്കിനുള്ളതായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഞാനിതിങ്ങനെ പറയുമ്പോൾ ചിലർ ചോദിക്കും, ദൈവദാസനെ ചുമ്മാ നിങ്ങളിങ്ങനെ പറയുകയാണോ? നോ നോ നോ. ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളെ നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒരു ഹൃദയഭേദകമായ എല്ലാ പ്രതീക്ഷകളും അസ്തമിപ്പിക്കുമാറാക്കുന്ന ഒരു വാർത്ത. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ആ വാർത്ത നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. വാർത്ത ഇതാണ്: ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ കേട്ട വാർത്ത എത്രമാത്രം ഹൃദയഭേദകമാണെന്ന് ചിന്തിക്കുവാൻ ഇക്കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അന്ന് യെശയ്യാവ് അഥവാ പ്രവാചകൻ വെറും പ്രവാചകൻ മാത്രമല്ല, ഒരു വൈദ്യനും കൂടെയാണ്. തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം മരിക്കത്തക്ക രോഗം, ഹിസ്കിയാവിന് പിടിച്ച മരിക്കത്തക്ക രോഗം, ആ രോഗത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് 7-ാമത്തെ വാക്യത്തിൽ യെശയ്യാവ് തന്നെയാണ്. അർത്ഥാൽ യെശയ്യാവ് പ്രവാചകൻ മാത്രമല്ല, വൈദ്യനുമാണ്. പ്രവാചകനും കൈവിട്ടു, വൈദ്യനും കൈവിട്ടു, ദൈവവും കൈവിട്ടു, ഡോക്ടറും കൈവിട്ടു. അയ്യോ, ഇനി എന്ത് ചെയ്യും? കഠിനമായ വാക്കുകൾ കേൾക്കുകയാണ്. അതും ഏതെങ്കിലും ഒരു 7-ാം കൂലി ഡോക്ടറോ ഒരു 7-ാം കൂലി പ്രവാചകനോ അല്ല. ഇസ്രായേൽ പഴയ നിയമ ചരിത്രം കണ്ട ഏറ്റവും ശക്തരിൽ ശക്തനായ, എന്തുകൊണ്ടാണ് യെശയ്യാവ് ഏറ്റവും ശക്തൻ എന്ന് പറയുവാൻ കാരണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഇത്രമാത്രം ആഴത്തിൽ കണ്ട് തിരിച്ചറിഞ്ഞ് പ്രവചിച്ച മറ്റൊരു പ്രവാചകൻ പഴയ നിയമത്തിൽ അത്രമാത്രം ശക്തനായ ആ പ്രവാചകൻ അവൻ പറയുകയാണ്, ഹിസ്കിയാവേ തീർന്നു. ആമേൻ. ദൈവദാസന് ഒരു പ്രതീക്ഷയുമില്ല, അവർ വാക്ക് മാറ്റത്തില്ല. അതല്ലേ, അവർ പേപ്പർ വിട്ട് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. അവർ പറഞ്ഞു ദേവദാസനെ ജപ്തി നടക്കും. ദേവദാസനെ ചെറിയ ഡോക്ടറല്ല, ആ ഡോക്ടർ ഫേമസ് ആണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആയുസ്സില്ല. എൻ്റെ മക്കളെക്കുറിച്ച് ഞാൻ കേട്ട വാർത്ത ദേവദാസനെ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇല്ല, അവൻ്റെ പ്രതീക്ഷകളൊക്കെ തീർന്നു. കേൾക്ക്, നിനക്കുറപ്പുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധത്തിൽ നിൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുമെന്ന് നീ കരുതുന്ന ആ വാർത്ത നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഒരു മുഖാന്തരമായി മാറുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അങ്ങനെ പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും എന്നെ നിർബന്ധിക്കുക. നീ കേട്ട് ഭയപ്പെട്ട് അയ്യോ എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്നായിരിക്കുന്ന ഈ വാർത്ത അനേകരുടെ മുമ്പിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള മുഖാന്തരമായി മാറുവാൻ പോകുക. നോക്കൂ, ഹിസ്കിയാവ് വാർത്ത കേൾക്കുകയാണ്. രണ്ടാമത് എന്താണ്? ഹിസ്കിയാവ് പ്രാർത്ഥിക്കുകയാണ്. ഈ വാർത്തയുടെ കഠിനതയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓ സ്തോത്രം! എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയിട്ടില്ല, പ്രാർത്ഥന ബാക്കിയുണ്ട്. ഓ സ്തോത്രം, ആമേൻ. എല്ലാവരും കൈവിട്ടിട്ടില്ല, ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യം എത്തിച്ചേർന്നിട്ടില്ല, പ്രാർത്ഥന ബാക്കിയുണ്ട്, ദൈവം ശേഷിക്കുന്നുണ്ട്. ആമേൻ. നോക്കൂ, പ്രാർത്ഥന 3-ാമത്തെ വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അയ്യോ യഹോവേ. 2-ാമത്തെ വാക്യത്തിൽ ചുവരിന് നേരെ മുഖം തിരിച്ച് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു പറയുക, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. 4 കാര്യങ്ങൾ ആ വാക്യത്തിലുണ്ട്. വെറുമൊരു യാചന മാത്രമല്ല, അർഹതയുള്ളവൻ്റെ ഒരു അപേക്ഷയാണ് ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന. ശ്രദ്ധിക്കണമേ, വെറുമൊരു യാചന മാത്രമല്ല, അർഹതയുള്ളവൻ്റെ അപേക്ഷയാണ് ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന. ആമേൻ. ഞാനും നിങ്ങളും അവിധത്തിൽ അർഹതയോടെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്താണ് അർഹതയുള്ളവൻ്റെ പ്രത്യേകത? ആമേൻ. ഒരുവൻ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്തു, ജോലി കഴിഞ്ഞ് കൂലിക്കായി കൈനീട്ടുന്നു. അത് അർഹതയുള്ളവൻ്റെ ആവശ്യപ്പെടൽ. കിട്ടിയേ പറ്റത്തുള്ളൂ, കൊടുക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. ആണ്. എന്നാൽ ഒരുത്തൻ ചുമ്മാ നിൽക്കുന്നു, വൈകുന്നേരം പോയി കൈ നീട്ടുന്നു. കിട്ടിയാൽ കിട്ടി, കൊടുക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഹിസ്കിയാവിന് അങ്ങനെയല്ല.
ദൈവം മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം 4 കാര്യങ്ങൾ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിലുണ്ട്. ആ 4 കാര്യങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹിസ്കിയാവ് വിശ്വസ്തയോടെ ആയിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വാർത്ത യെശയ്യാവിൽ നിന്ന് കേട്ട സമയത്ത് ഹിസ്കിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. ആമേൻ. ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹിസ്കിയാവ് വിശ്വസ്തനായിരുന്നു. ഹിസ്കിയാവ് രാജാവാണ്, വെറും രാജാവല്ല, ഇസ്രായേലിൻ്റെ രാജാവാണ്. ഹിസ്കിയാവിന് വേണമെങ്കിൽ അന്ന് ദേശത്തിലുള്ള കൽദയരുടെ മന്ത്രവാദികളെ വരുത്താം, ലക്ഷണവിദ്യക്കാരെ വരുത്താം, ബാലിൻ്റെ വിഗ്രഹങ്ങളിൽ സേവിക്കുന്ന പൂജാരികളെ വരുത്താം, മാലോക്കിന് അഗ്നിപ്രവേശം ചെയ്യിപ്പിച്ച് മരണത്തെ നീക്കിക്കൊണ്ടു പോകാം. ഇങ്ങനെ പല പല ഓപ്ഷൻസും ജാതീയമായി ഉണ്ട്. അതൊക്കെ ചെയ്യുവാൻ കഴിയുന്നവനുമാണ് ഹിസ്കിയാവ്. പക്ഷേ ഹിസ്കിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരുന്നു. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, സാഹചര്യം ഏത് തന്നെ ആയിരുന്നാലും, എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുവാൻ വേണ്ടി കഴിയണം. ആമേൻ. തൊട്ടു മുമ്പിലത്തെ അധ്യായത്തിലും അത് മനോഹരമായ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ എவ்விധത്തിലായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അശൂർ രാജാവ് ഹിസ്കിയാവിൻ്റെ രാജ്യത്തിന് നേരെ യുദ്ധത്തിന് വരുന്ന ഒരു സന്ദർഭം 19-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തം അതാണ്. അപ്പോൾ അശൂർ രാജാവ് യഹൂദയെ ശമരിയെ നിരോധിക്കുന്നു, യഹൂദയെ പിടിക്കുന്നു, ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക. അപ്പോൾ ഒരു ദിഗ്വിജയത്തിന് വേണ്ടി പുറപ്പെടുന്നത് പോലെ ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെടുക. അപ്പോൾ അശൂർ രാജാവിനെ തോൽപ്പിക്കുക ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അന്ന് നടക്കുന്ന കാര്യമില്ല. കാരണം ഏറ്റവും വലിയ കുതിരപ്പടയും ഏറ്റവും വലിയ രഥങ്ങൾ, ഇരുമ്പ് രഥങ്ങൾ അധികമുള്ളതും അശൂർ രാജാവിനാണ്. ആ രാജാവിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ആ രാജാവിൻ്റെ അടുക്കൽ നിന്ന് കടന്നു വരുന്ന റബ്ഷക്കയുടെയും സൻഹേരീബിൻ്റെയും ഒക്കെ കഠിന വാക്കുകൾ കേട്ടിട്ട് ഹൃദയം നൊന്ത് സഹിക്കുവാൻ കഴിയാതെ ഹിസ്കിയാവിന് ഓപ്ഷനുണ്ട്. ഹിസ്കിയാവ് രാജാവാണ്. അന്നത്തെ കാലത്ത് മറ്റ് രാജ്യങ്ങളോട് ചേർന്ന് ഒരുമിച്ച് യുദ്ധം ചെയ്യുവാനായിട്ട് കഴിയും. സമാന സ്വഭാവത്തിൽ ആക്രമണ ഭീഷണിയുടെ മുൻപിൽ നിൽക്കുന്നവരുമായിട്ട് ചേർന്ന്, അങ്ങനെയല്ലേ ചിലരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെയൊന്നും പോകണ്ട. പക്ഷേ ഇവിടെ ഹിസ്കിയാവ് ആ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. മറിച്ച് നോക്കൂ, ഹിസ്കിയാവ് രട്ടുടുത്ത് ഉപവാസത്തോടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുക. ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നിട്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. 16-ാമത്തെ വാക്യം, യഹോവേ ചെവി ചായ്ച്ചു കേൾക്കണമേ, യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ, ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അയച്ചിരിക്കുന്ന സൻഹേരീബിൻ്റെ വാക്ക് കേൾക്കണമേ. ആമേൻ. ഹിസ്കിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കടന്നു പോകുന്ന, അടുത്ത രാജാവിൻ്റെ അടുക്കലേക്കല്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹിസ്കിയാവിനറിയാം എൻ്റെ ദൈവം മാത്രം, ഒരേ ഒരു ദൈവം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഒരു ദൈവം എനിക്കുണ്ട്. അവൻ്റെ സന്നിധിയിൽ എനിക്ക് അഭയമുണ്ട്. ഒരു രാജാവിനും ഒരു ശത്രുവിന് എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ സംരക്ഷിച്ച് പിടിക്കുവാൻ കഴിവുള്ള ബലമുള്ള കരങ്ങളുള്ള ദൈവം ഇന്നും ജീവിക്കുന്നു. സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളിന്ന് അനുഭവിക്കുന്ന കഷ്ടതയുടെ മധ്യത്തിൽ ഇട്ടുകളയാതെ നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, അതെ, ഏത് കഠിനമായ ശത്രുവിൻ്റെ മുൻപിൽ നിന്നും, മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നത് അവരുടെ മുൻപിൽ നിന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം ശക്തിയേറിയ കരമുള്ള ബലമുള്ള ഒരു ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കും. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. ശത്രു മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, അവസ്ഥകളാകട്ടെ, ആമേൻ, നിങ്ങൾക്ക് വീണ്ടെടുപ്പുകാരൻ, നിങ്ങളെ വിടുവിക്കുന്നവൻ, ഒരേ ഒരുവൻ, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. ദൈവത്തിൽ തന്നെ ആശ്രയം വയ്ക്കുക, വിശ്വസ്തയോടെ ആയിരിക്കുക. നിങ്ങൾ ആ വിധത്തിൽ വിശ്വസ്തയോടെ ആയിരിക്കുമെങ്കിൽ എൻ്റെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ടതുപോലെ രണ്ടാമതായി അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഏകാഗ്ര ഹൃദയത്തോടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹിസ്കിയാവ് ഏകാഗ്ര ഹൃദയത്തോടെ ആയിരുന്നു. ഹൃദയം. ആമേൻ. എക്സ്പ്ലനേഷൻ ഒരുപാട് വേണ്ടി വരും. എനിക്ക് സിമ്പിളായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് അതിലും സിമ്പിളായി പറഞ്ഞു തരട്ടെ. ശ്രദ്ധയോടെ ആയിരുന്നു. ആമേൻ. ഈ ശലോമോനെ കുറിച്ച്, ദാവീദിൻ്റെ മകനായ ശലോമോനെ കുറിച്ച് ഒരു അപവാദം ബൈബിളിൽ പറയുന്നത് ഇതാണ്: ശലോമോൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ദാവീദിൻ്റെ ഹൃദയം പോലെ ഏകാഗ്രമായിരുന്നില്ല. പണി കിട്ടുവാനുള്ള കാരണമാണ്. അതുകൊണ്ട് തന്നെ ശലോമോൻ നാടുനീളെ നടന്ന് ദൈവം ആരെയൊക്കെ തൻ്റെ കൂടെ ചേർക്കരുതെന്ന് പറഞ്ഞോ അവിടെയൊക്കെ പോയി ബന്ധങ്ങളുണ്ടാക്കി. സംബന്ധം ചെയ്ത കാര്യമാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ എങ്ങനെയാണ് ദാവീദിൻ്റെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരുന്നത്?
ദൈവത്തിൽ ശ്രദ്ധയോടെ ദാവീദായിരുന്നത് എങ്ങനെയാണ്? ദാവീദിന്റെ ജീവിതം പരിശോധിച്ചാൽ വേഗത്തിൽ മനസ്സിലാക്കുവാൻ, എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാവീദിനോട് ദൈവം പറഞ്ഞ ഓരോ വാക്കുകളും ദാവീദ് ശ്രദ്ധയോടെ കേട്ടു. അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ശ്രദ്ധയോടെ ചെയ്യേണ്ടത് ചെയ്തു. സിമ്പിളാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കൽ ഏകാഗ്രമായിരിക്കുന്നു എന്നെങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും? ദൈവം നിങ്ങളോട് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി ചെയ്യേണ്ടത് ചെയ്യണം. ദൈവം നിന്നോട് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, അത് പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നീ വിടുവിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അത് നിന്റെ മാത്രമല്ല, നിന്നെപ്പോലെ ഒത്തിരി പേർ ദൈവത്തിങ്കൽ ഉറച്ചു നിൽക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ അത് ആവശ്യമാണ്. നീ സാക്ഷിയായിരിക്കേണ്ടത് ആവശ്യമാണ്. നീ വിടുതൽ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. നിന്റെ ഇന്നത്തെ അവസ്ഥ മാറേണ്ടത് ആവശ്യമാണ്. സഹോദര സഹോദരി, നിന്റെ കണ്ണുനീരിന് അറുതി വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്ക്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരിക്കുക. ഹിസ്കിയാവ് പറയുക, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രതയോടെ ആയിരിക്കുന്നു. നീ ഏകാഗ്രതയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ശത്രു ആരുമാകട്ടെ, ദാവീദിൻ്റെ ശത്രുക്കൾ ആരൊക്കെയാ? ആദ്യം ഭവനത്തിനകത്ത് അവനെ മറന്നു കളയും വിധത്തിലുള്ള ശത്രുക്കൾ, ഒറ്റപ്പെടലും നിരാശയും മാറ്റി നിർത്തപ്പെടലും. അതുതന്നെ സഹോദരന്മാർ പരിഹസിക്കുന്നുണ്ട്. അയ്യോ, ഞങ്ങൾക്കൊപ്പം പോരാത്ത ഒരുത്തൻ, പേര് പറയാനില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അതേ അവസ്ഥ. കൊട്ടാരത്തിൽ അർഹതപ്പെട്ടത് കൊടുക്കാതെ അവനെ കൊല്ലുവാൻ നോക്കുന്ന അധികാരി, അത് തന്നെ. തരത്തില്ല എന്ന്, നിന്റെ അധ്വാന ഫലം തരത്തില്ല എന്ന് കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. സ്വന്തം ഭാര്യ തള്ളിപ്പറയുക, മകൻ തന്നെ വിരോധമായി എഴുന്നേൽക്കുക. അതേ, പലപ്പോഴും നെഞ്ചത്ത് കൈവച്ച് പറയും, ദൈവദാസനെ, എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് ശത്രുക്കളായി മാറുന്നു. എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്. കേൾക്കുക, ശത്രു ആരായിരുന്നാലും ആ ശത്രുവിന് മുമ്പിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദാവീദിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ, സ്തോത്രം. നോക്കൂ, മൂന്നാമതായി അവിടെ പറയുന്നൊരു കാര്യം പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നിൻ്റെ മുമ്പാകെ നടന്നു. ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കുക. എന്താണ് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്? ദൈവത്തിൻ്റെ മുമ്പാകെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. അതൊരു ഉത്തരവാദിത്വമാണ്. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? ചാടാം, ഓടാം, എന്തും പറയാം, കൂവാം, അലറാം. ഒറ്റയ്ക്കല്ലേ, ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരാൾ കൂടെ ഉണ്ടെങ്കിലോ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വമുണ്ട്. അവൻ കൂടെയുള്ളതാരാണ്? ദൈവമാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടെ നടക്കണം. നിങ്ങൾക്കൊപ്പം ദൈവമുണ്ട്. സഹോദര സഹോദരി, ഭാര്യ കാണുന്നില്ലായിരിക്കാം, ഭർത്താവ് കാണുന്നില്ലായിരിക്കും, എടാ മക്കളെ, നിൻ്റെ അമ്മയും അപ്പനും ഒന്നും കാണുന്നില്ലായിരിക്കും, പക്ഷെ ദൈവം കാണുന്നുണ്ട്. ദൈവത്തെ മറന്ന് നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എൻ്റെ ദൈവത്തെ ഒളിച്ച് നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഉത്തരവാദിത്വമുള്ളവനായി, താങ്ക് യു ലോർഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരവാദിത്വമുള്ളവനായി നീ നിൽക്കണം. ആമേൻ. ദൈവം കാണുന്നു, നമ്മുടെ ദൈവം കാണുന്നു. അവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. തെളിവുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. യോസേഫിൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടം. യോസേഫ് പ്രലോഭിപ്പിക്കപ്പെടുകയാണ്. മിസ്രയീമിലെ പോത്തീഫറിൻ്റെ ഭാര്യ, അവൾ യോസേഫിനെ വശീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും വശീകരിക്കുന്നത് പോലെ പല നിലകളിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുമക്കളെ മദ്യമായി, മയക്കുമരുന്നായി, ലഹരികളായി, പല പല പേരുകളിൽ, കൂട്ടുകെട്ടുകളായി, അല്ലേ? അങ്ങനെ വശീകരിക്കുമ്പോൾ മിസ്രയീമിലെ പോത്തീഫറിൻ്റെ ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്. പോത്തീഫറിൻ്റെ ഭാര്യ, അധികാരമുള്ളവൻ്റെ ഭാര്യ, ദൈവത്തിൻ്റെ പ്രതിനിധികളായി അറിയപ്പെടുന്ന അധികാരികൾ. ആരുടെ പ്രതിനിധികളാണ്? ദൈവത്തിൻ്റെ. മിസ്രയീമിൽ അപ്പോൾ എത്ര ദൈവങ്ങളുണ്ട്? പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, 10 ദൈവങ്ങളുണ്ട്. ആ 10 ദൈവങ്ങളോടാണ് ദൈവം യുദ്ധം ചെയ്തത്. ആമേൻ. ആ 10 ദൈവങ്ങളുടെയും പ്രതിനിധികളായി ഭരിക്കുന്ന അധികാരവർഗത്തിൽപ്പെട്ടവൾ പറയുകയാണ്, ഇവിടെ ആരുമില്ല, ആരും നമ്മളെ കാണുകയില്ല. അപ്പോൾ യോസേഫിൻ്റെ ഉള്ളിൽ വന്ന ചിന്ത ഇതായിരിക്കണം. ഞാനിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. യോസേഫ് ഉള്ളിൽ പറയുന്നുണ്ടായിരിക്കണം, എടിയേയും നിനക്ക് 10 ദൈവങ്ങളുണ്ട്, പക്ഷേ 10ഉം പൊട്ടന്മാരും കുരുടന്മാരുമായിരിക്കാം, പക്ഷേ എനിക്ക് ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം, അവൻ കണ്ണുള്ളവനാണ്. അവനെ മറച്ച് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിൻ്റെ ഒരു പരിപാടിയും നടക്കത്തില്ല, വിട്ടോട്. ആമേൻ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കുവാനായിട്ട് തയ്യാറാകണം. ആമേൻ. എന്തിനു വേണ്ടി? പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുവാൻ, വലിയ സാക്ഷ്യങ്ങളായി നിങ്ങളുടെ പ്രാർത്ഥനകൾ മാറുവാൻ. 4-മതായി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചെയ്യുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കുക. വചനപ്രകാരം ജീവിക്കുക, ദൈവഹിതം ചെയ്യുക. ആമേൻ. അങ്ങനെയെങ്കിൽ വചനം പറയുന്നു, ഹിസ്കിയാവ് കരഞ്ഞു. അവൻ്റെ കണ്ണുനീർ നാട്ടുകാർക്ക് ചിരിയായി മാറുവാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രിയ സഹോദര സഹോദരി, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ആയിരിക്കുമെങ്കിൽ,
നിൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കുമെങ്കിൽ, നീ ദൈവത്തിൻ്റെ മുമ്പേ ഉത്തരവാദിത്വത്തോടെ നടക്കുമെങ്കിൽ, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ മടികൂടാതെ ചെയ്യുമെങ്കിൽ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നീ തയ്യാറാകുമെങ്കിൽ, നിശ്ചയമായും നീ കരഞ്ഞ് മരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കണ്ണുനീരിൽ നിൻ്റെ ജീവിതം അവസാനിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിശ്ചയമായും നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണും. ഫലമെന്താണ്? ഹിസ്കിയാവ് മടങ്ങി വരിക. ആമേൻ. മടങ്ങി വരിക മാത്രമല്ല, ഹിസ്കിയാവ് പറയുവാനുള്ളത് ഈ വിധത്തിൽ കേൾക്കുന്നു. 5-6 വാക്യങ്ങളിൽ, നീ മടങ്ങിച്ചെന്ന്, യഹോവയുടെ അരുളപ്പാടാണ് കേട്ടോ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഹിസ്കിയാവ് യോഗ്യതയുള്ളവനാണ്. പ്രാർത്ഥനയുടെ മറുപടിക്ക് ഹിസ്കിയാവ് യോഗ്യത ഉള്ളവനാണ്. ആമേൻ. ഞാൻ നിന്നെ സൗഖ്യമാക്കും. നീ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകും. ആമേൻ. സാക്ഷിയായി നീ നിൽക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ഞാൻ നിന്റെ ആയുസ്സിനോടുകൂടെ 15 സംവത്സരം കൂട്ടും. നീട്ടി തരുമെന്നേ. നീ ചത്തുപോകത്തില്ല. നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല. നിന്റെ ഭാര്യ ആമേൻ സ്തോത്രം നിനക്കൊപ്പം ഇല്ലാതെ പോകത്തില്ല. നിന്റെ മക്കൾ ആമേൻ സ്തോത്രം ഈ ജീവിതം ഉപേക്ഷിക്കപ്പെട്ടവരായി നശിച്ചവരായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സംവത്സരങ്ങളെ നീട്ടി നൽകുന്ന ദൈവം, നിന്നെ പിന്നെയും നിലനിർത്തുന്ന ദൈവം, ആ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ സ്തോത്രം. ആ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിങ്ങളുടെ കണ്ണുനീർ കർത്താവ് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്. അതെ, ഈ വിധത്തിൽ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുവാനും പ്രാപിക്കേണ്ടത് തക്ക സമയത്ത് പ്രാപിച്ചെടുക്കുവാനും. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, ദൈവദാസനെ എങ്ങനെ അവിധത്തിൽ ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും? അവിധത്തിൽ നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ, ആത്മീയമായി നിങ്ങളെ മുൻപോട്ട് കരം പിടിച്ച് നടത്തുവാൻ പ്രൈസർ ഫാമിലിയെ കർത്താവ് പ്രയോജനപ്പെടുത്തും. അനേകരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ആ ദൈവിക വിടുതലുകളെ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാനായിട്ട് കഴിയും. കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ ആകാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ലൈവായി നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷ്യം അനുഭവിക്കും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ സാക്ഷികളായി നിലനിൽക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ആരാധന രാവിലെ 10 മണി മുതലുണ്ട്. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ കടന്നു വരിക. അതുപോലെ നിങ്ങൾ ലോകത്തിൽ ഏത് ഭാഗത്തായിരുന്നാലും ലൈവിൽ ജോയിൻ ചെയ്ത് ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും കഴിയും. ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാനും. വൈകുന്നേരം 3 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ. നെയ്യാറ്റിങ്കരയിൽ അമരവിളയിൽ താന്നിമൂട് MS പ്ലാസയുടെ MS പ്ലാസ എന്ന ബിൽഡിങ്ങിൻ്റെ താഴെ ക്രമീകരിച്ചിരിക്കുന്നു. നിങ്ങൾ കടന്നു വരിക. ആ ഭാഗങ്ങളിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക. നമുക്ക് ഒരുമിച്ചായിരിക്കാം. കർത്താവ് നിങ്ങളെ അവിധത്തിൽ പ്രാപിക്കുന്നവരാക്കി മാറ്റും. നിങ്ങൾ പ്രാപിക്കും. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊരൊപ്പമായിരിക്കുന്നു ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കണ്ണുനീരിന് സ്വർഗ്ഗം അങ്ങ് മറുപടി നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവർ കേട്ട ഹൃദയഭേദകമായ ചില വാർത്തകളെ സ്വർഗ്ഗമങ്ങ് സ്തോത്രം സാക്ഷ്യമാക്കി മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലി നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച് നിരാശയോടെ ആയിരിക്കുന്നവർ സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ വെല്ലുവിളികളും വഴി മാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ജോലി സ്ഥലത്തെ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ലഭിക്കേണ്ട നന്മകൾ, ഇവരുടെ അധ്വാന ഫലം ഇവരുടെ കരങ്ങളിൽ വരട്ടെ. ഇവരുടെ അധ്വാന ഫലത്തെ കവർന്നു കളയുന്ന എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. മാനുഷികമായ പദ്ധതികൾ മാറിപ്പോകട്ടെ. പുതിയ ജോലികൾക്കായുള്ള കാത്തിരിപ്പിന് അറുതി വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ അപ്പാ. വിദേശത്തും സ്വദേശത്തും ബാധിച്ചായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. വിസകൾ വരട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. തൊഴിലിടത്തിലെ വെല്ലുവിളികളും ചൂഷണങ്ങളിൽ നിന്നും ഇവരെ അങ്ങ് വിടുവിക്കണം യേശുവപ്പാ. ചില ചതികളിൽപ്പെട്ടായിരിക്കുന്നവർ, ഇനി ജീവിതം വേണ്ട എന്ന് ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ, യേശുവേ അവർക്ക് വേണ്ടി അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവേ. ചതിക്കപ്പെട്ട സ്ഥാനത്ത് ഇവരെ അങ്ങ് മാനിച്ചാട്ടെ യേശുവേ. കൂടിയിരിക്കണമേ. രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സൗഖ്യമാക്കി ആയുസ്സിനോടുകൂടി ആരോഗ്യമുള്ള ചില സംവത്സരങ്ങളെ സ്വർഗ്ഗം അങ്ങ് നീട്ടി നൽകി മാനിക്കണമേ യേശുവിൻ നാമത്തിൽ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അപ്പാ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ അങ്ങ് നൽകി മാനിക്കണമേ. എല്ലാ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ. മരുന്നെടുത്ത് അതുമുഖാന്തരം രോഗത്തിലായ ചിലർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മരുന്നും വൈദ്യനുമില്ലാതെ സുഖമാകട്ടെ. സർജറികൾ മാറ്റിവെക്കപ്പെടും വിധത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. താങ്ക് യു ലോർഡ്.
അമേൻ, ആമേൻ, ആമേൻ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങളെ നൽകണമേ അപ്പ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ, മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ കുടുംബങ്ങൾ കാത്തുനിന്ന് മാറിപ്പോകട്ടെ, തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ, തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ, അവരുടെ മുൻപോട്ടുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. വിദേശങ്ങളിൽ പഠനത്തിനായി കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ വഴികൾ തുറക്കണമേ അപ്പാ. കൂടിയിരിക്കണമേ കർത്താവേ. കടന്നുപോയവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ ബാധ്യതകളും മാറിപ്പോകട്ടെ, കടഭാരങ്ങൾ മാറട്ടെ, പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ അടിയൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുത് ചെറുതുമായ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണം. യേശുവേ, അങ്ങ് കൂടിയിരിക്കണമേ. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.